Assalamu alaikum. Welcome back to my channel and welcome to my channel. ഒന്നും പാടില്ല എന്നൊക്കെ അങ്ങനെതാ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആയില്ലെങ്കിലും ഒരു കുക്കിംഗ് വ്ളോഗ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം. എനിക്ക് ഈ ചിക്കൻ്റെ കട്ടിങ് അറിയാത്തതുകൊണ്ട് കട്ടിങ് ഫുൾ നാസി തീർത്തു പോയിട്ടോ. അപ്പം ഇന്നത്തെ കുക്കിംഗ് എന്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ സ്റ്റൈലിൽ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ കുക്കിങ്ങിൽ ഒട്ടും എക്സ്പേർട്ട് അല്ല. സൗദിയിൽ വന്നിട്ട് ജീവിക്കാൻ വേണ്ടി പഠിച്ചതാ ഈ കുക്കിംഗ് ഒക്കെ. എന്ന് വെച്ചാൽ ഒന്നും അറിയില്ല എന്നല്ല, അന്നന്ന് ജീവിച്ചു പോവാനുള്ള കുക്കിംഗ് ഒക്കെ എനിക്കറിയാം കേട്ടോ. ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ മാത്രം പഠിച്ചിട്ടാണ് ഞാൻ ഈ സൗദിക്ക് വരുന്നത്. സാഹചര്യം അങ്ങനെ എന്നെ കുക്കിംഗ് പഠിപ്പിച്ചു. അല്ലെങ്കിലും കഥ പറഞ്ഞു തുടങ്ങിയാൽ ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി കുറച്ചു നേരം എൻ്റെ കുക്കിങ്ങിൽ ഫോക്കസ് ചെയ്യട്ടോ. ചൂടായ എണ്ണയ്ക്ക് കുറച്ച് സവാള ഇട്ടിട്ട് അത് വാടി വന്നപ്പോൾ ഒരു തക്കാളി കട്ട് ചെയ്തിട്ടിട്ട് അത് ഞാൻ ചെറിയ ചൂടിൽ കുറച്ചേരം വേവട്ടെ. തക്കാളി ഒന്ന് പേസ്റ്റ് ആയി തുടങ്ങിയപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആട്ടോ ഇട്ടെടുത്തേ. അതിന്റെ പച്ചക്കുത്ത് മാറോളം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാട്ടോ. കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു നല്ല സ്മെല്ല് വരാണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് തുടങ്ങാം. എനിക്ക് ഇന്ന പൊടികളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കയ്യിൽ കിട്ടിയ എല്ലാ പൊടികളും ഞാൻ ഇടും. അതാണ് എൻ്റെ കുക്കിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. കാശ്മീരി ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇറ്റ്സ് ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അങ്ങോട്ട് ഗരം മസാല ആയി, ചിക്കൻ മസാല ആയി, അങ്ങനെ എല്ലാ മസാലകളും ആയി. ഇട്ട മസാലകളൊക്കെ മൂത്ത് വരുമ്പോൾ കേകി വെച്ച ചിക്കൻ നമുക്ക് അതിൽ ആഡാക്കാം. ചിക്കനിൽ വെള്ളം കൂടണ്ടേ, എന്നിട്ട് മസാല പിടിക്കണ വരെ ഒന്ന് ഇളക്കി. മസാല ഒക്കെ നല്ല പോലെ അത് നമുക്ക് ചേർത്ത് പിടിപ്പിച്ചിട്ടേ നമുക്ക് കുറച്ചേരം അടച്ചിട്ട് കുക്ക് ചെയ്യാം. തീ ചെറിയ സ്പീഡിലാവണം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. ചിക്കനത്തെ മാക്സിമം വെള്ളം ഊറ്റിയെടുത്തിട്ടേ നമ്മൾ വേറെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ അത് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറവുള്ള പൊടികളൊക്കെ വീണ്ടും എല്ലാ പൊടികളും ഇട്ടാണ്. ഉപ്പിടാൻ മാത്രം മറന്നുപോയി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പൊട്ടാറ്റോ ആഡ് ആക്കുന്നത്. പൊട്ടാറ്റോ ശരിക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട കേട്ടോ. എനിക്ക് ഈ പൊട്ടാറ്റോ പിഴിഞ്ഞതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് കഴിക്കാലത് മാത്രം ഞാൻ കട്ട് ചെയ്തിടാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടി ഏറെക്കുറെ തീർന്നു തുടങ്ങി കേട്ടോ. ഇനി ഇത് ചെറിയ തീയിൽ മെല്ലെ മെല്ലെ കുക്ക് ആയിക്കോളും. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ചിക്കൻ കുക്ക് ആവുന്ന ടൈമിൽ നമ്മളെ ക്ലീനിങ് ഒക്കെ നമുക്ക് തീർക്കാം കേട്ടോ. എനിക്ക് ഈ ഡേ ഇൻ മൈ ലൈഫിൽ എങ്ങനെ എന്തൊക്കെ എടുക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്ക് ഒക്കെ അതിലുണ്ട്. നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഇടയിലും നമ്മൾ ചിക്കൻ കറിനെ മറക്കല്ലേ. ഇവിടെ ഞങ്ങൾ 2 പേരും മാത്രമായതുകൊണ്ട് വല്ലാണ്ട് മെസ്സായിട്ടൊന്നും ഇരിക്കും. അതുകൊണ്ട് തന്നെ ക്ലീനിങ് എനിക്ക് ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ തന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാസിക്ക് ഇവിടെ ചിക്കന് കറിയായിട്ട് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കുറുക്കിയിട്ടുണ്ടാക്കുന്നത്. നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ബാച്ചിലേഴ്സിന്റെ റൂമിൽ നിന്ന് നല്ല മട്ടൻ ബിരിയാണി ഉണ്ട്. അത് കണ്ടപ്പോൾ നാസിക്ക് ചിക്കൻ വേണ്ട, മട്ടൻ മതി. അങ്ങനെ നല്ല മട്ടൻ ബിരിയാണിയും നാട്ടിൽ നിന്ന് ഉമ്മച്ചി കൊടുത്തേച്ച നല്ല ബീഫിന്റെ അച്ചാറും കൂട്ടിയിട്ട് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് അടാറായി. നാസിക്ക് എന്റെ ചിക്കന് വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടാതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഒരു കോണുകൂടി കഴിച്ചിട്ട് ഞങ്ങളുടെ ലഞ്ച് ബാലൻസ് ആക്കിട്ടോ. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാനിത് അവിടെ ബക്കൂറൊക്കെ കത്തിച്ചിട്ട് ഈവനിങ് ഒന്ന് വൈബാക്കാൻ നോക്കിയതാട്ടോ. നാസി ഇതിന് കുന്തിരിക്കെന്ന് പറയും. അങ്ങനെ നൈറ്റ് ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് നല്ല ചൂടാണ്. അതുകൊണ്ട് വല്ലാണ്ട് പുറത്തിറങ്ങി. ഇപ്പം ഞാൻ വീക്കിലി വൺസ് മാത്രമേ പുറത്ത് പോരുള്ളൂ കേട്ടോ. ഞങ്ങൾ അധികം ദൂരം ഒന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ അടുത്തുള്ള പാർക്കൊക്കെയാണ് പോയിരുന്നത്. സത്യം പറഞ്ഞാൽ ഡേ മൈ ലൈഫ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഡേ മൈ ലൈഫ് മാത്രം ആയിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് എടുക്കാൻ അറിയാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. വീഡിയോയിൽ എന്തേലൊക്കെ ഒന്ന് വേണ്ടതെന്ന് വെച്ചിട്ടാണ് ഈ ചൂടത്ത് ഈ ഒരു പോക്ക്. എത്ര ചൂടാണെങ്കിലും ഇവിടെ ആൾക്കാർക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ. ഇരിക്കാൻ സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിതാ പുല്ലിലായിരുന്നേ. ഞങ്ങൾ ഈ പാർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ഞങ്ങൾ രണ്ടാളും കുറേ സംസാരിക്കും. പിന്നെ ഇവിടെ കുറേ കുട്ടികളുണ്ട്. ഓരോരോ വികൃതികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറേ ചിരിക്കും. കുറേ നേരം ഇരുന്നപ്പോൾ നാസിക്ക് ഉറക്കം വന്ന് തുടങ്ങിട്ടോ. അപ്പോൾ അതാ നാസി എൻ്റെ മടിയിൽ കിടന്നിട്ട് ഉറങ്ങാണ്. അങ്ങനെ അതാ ചൂട് സഹിക്കാൻ കഴിയാണ്ട് ഞങ്ങളിതാ പാണ്ടയിൽ കയറിയിട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെയാണ്. ഈ വൈക്ക് വന്നാൽ ഇവിടെ ഒന്ന് കയറിയിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. പിന്നെ ചെറുതായിട്ടൊരു ഗ്രോസറി ഷോപ്പിംഗും ആയിക്കോട്ടെ എന്ന് കരുതി. ഗ്രോസറി ആയിട്ട് വല്ലാണ്ടൊന്നും മേടിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലായിട്ട് ഫ്രൂട്ട്സിനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഫ്രൂട്ട്സ് നമ്മുടെ നാസിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് കുറച്ച് കൂടുതൽ തന്നെ മേടിക്കലുണ്ട്. നാസി അതിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ എടുത്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ടോ മേടിക്കണേ. അതും മുന്തിരിയൊക്കെ കേൾക്കാണ്ട് തന്നെ കഴിക്കുന്നുണ്ട്. നാസിക്ക് മുന്തിരി മാംഗോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് കുറേ മേടിക്കലുണ്ട്. മെയിൻ ഗ്രോസറി ഷോപ്പിങ്ങിനുള്ള ടൈം ആവാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും മേടിക്കണില്ല കേട്ടോ. പിന്നെ നമ്മൾ സ്വീറ്റിൻ്റെ സൈഡിലേക്കാണ് പോയത്. അത് പിന്നെ എനിക്കില്ലതാ. മധുരം ഞാൻ എത്രയും കഴിക്കും.
എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തന്നെ നമ്മളൊരു 11:30 ആയപ്പോൾ റൂമിലെത്തിക്കണം. ഇനി അങ്ങോട്ട് ഡിന്നറിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങാണ്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയെന്ന് കേട്ടോ. ഇതിനും ഇൻ്റേത് മാത്രമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ എല്ലാ പൊടികളും ഞാൻ ഇട്ടിക്കണേ. പിന്നെ എക്സ്ട്രാ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതേപോലെ തന്നെ കുറച്ച് തൈരും ആഡാക്കിന് കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ കുറച്ച് മസാലകൾ കൂടി ആഡാക്കിയിട്ട് കുറച്ച് കറിവേപ്പില കൂടിയും പിച്ചിട്ട്. ഇതിന് ഞാൻ ഇങ്ങനെ ഗ്രില്ലഡ് ചിക്കൻ തന്നെ മേടിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നാസിനെ കട്ട് ചെയ്യാനൊന്നും വേണ്ടി വന്നില്ല. അങ്ങനെ നല്ല പോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വൈകുന്നേരം ഒരു 3:30 ആയപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതാ നമ്മൾ ഈ 11:30 ആയപ്പോഴാട്ടോ പുറത്തെടുക്കുന്നത്. ഈ നേരമൊക്കെ ആയപ്പോൾ ചിക്കൻ നല്ല പോലെ തന്നെ മസാല പിടിച്ചേക്കും. അത് പിന്നെ നമ്മൾ എയർ ഫ്രൈ ചെയ്തൊക്കെ ആയിരുന്നു കേട്ടോ. 15 മിനിറ്റ് തിരിച്ചും 15 മിനിറ്റ് മറിച്ചു വിട്ടിട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഇന്നത്തെ ഡിന്നറിന് നമുക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ ഇറച്ചിച്ചോറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.